ഹലോ ഗൈസ്, വെൽക്കം ടു മൈ അൺഎസ്തറ്റിക് അടുക്കള. 2 ദിവസമായിട്ട് പനിയായിട്ട് സൈഡായിരുന്നു. വല്ല കഞ്ഞിയും കുടിച്ച് സൈഡാവാതെ ഫിഷ് ബിരിയാണി തന്നെ തൊണ്ടക്കുഴി കൂടെ ഇറങ്ങുള്ളൂ എന്നുള്ളൊരു വാശിയിലാണ് ഞാൻ തന്നെ. എനിക്കത് ഉണ്ടാക്കി തരാൻ ഇവിടെ ആരില്ലാത്തതുകൊണ്ട് ഞാൻ സ്വയം ഉണ്ടാക്കണം. ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ റെസിപ്പി തപ്പി ലാസ്റ്റ് എല്ലാത്തിൻ്റെയും കൂടി ഒരു കൊളാബറേഷൻ ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ പരീക്ഷിക്കാൻ പോകുന്നത്. ലെറ്റ്സ് സീ എങ്ങനെയാവുന്നു. നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഈ കുക്കറിലാണ്. ഈ റൈസിനായിട്ടുള്ള സവോള വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് സവോള വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ സവോള വറുത്ത് മാറ്റിട്ടെ എത്രയ്ക്കും തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ പുക പോലെ പോകുന്നത്? കാണുന്നുണ്ടാവും അല്ലേ? ചെറുതായിട്ടൊന്ന് കരിഞ്ഞതാ. നമുക്ക് നെയ്യ് വയ്ക്കാം. സവോള എല്ലാം ഞാൻ വറുത്തെടുത്തു. നെയ്യ് വയ്ക്കാം. ഹോൾ സ്പൈസസ് ഉണ്ടെങ്കിൽ ഇടാം. എൻ്റെ ഇല്ല, ഞാൻ തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഈ നെയ്യ് ബാക്കി ഇല്ലാത്തുള്ള എണ്ണയും കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ചോറ് നമുക്ക് വെക്കാനായിട്ട് നോക്കാം. വെള്ളമായിട്ട് വെച്ച് ചോറ് ഇട്ടെടുക്കാം. ചോറൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചോറല്ല, അരി. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം ഫിഷ് മസാലയൊക്കെ തേച്ച് വെച്ചത് വറുത്തെടുക്കണം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മീനുണ്ടല്ലോ, പേരെനിക്കറിയില്ല. ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റുന്ന ക്ഷണം തോന്നുന്നു കണ്ടിട്ട്. ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാത്രം പൊള്ളിച്ചപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫിഷ് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയും തുടങ്ങാം. ജിഞ്ചറും ഗാർലിക്കും അതുപോലെ ഗ്രീൻ ചില്ലിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് സവാള ഇട്ട് കൊടുക്കാണ്. ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എല്ലാം കൂടി മിക്സ്. ഒരു ചെറിയ തക്കാളി ക്യൂബായിട്ട് ഇടുന്നത്. ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞ് വയ്ക്കാം. അടുത്ത പരിപാടി ദമ്മിടലാണ്. ഞാൻ ദമ്മിടൊന്നും കാണിക്കുന്നില്ല, ബിക്കോസ് എല്ലാം കൂടി ആ വീഡിയോ ലെങ്ത് കൂടും. ദമ്മൊക്കെ പൊട്ടിച്ചപ്പോൾ ഫിഷ് ബിരിയാണിയുടെ കോല ഇങ്ങനെയായി. ഇത് ടേസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഇവിടെ അമ്മയും ചേട്ടൻ മീൻ കഴിക്കില്ല. അമ്മയ്ക്ക് ഇപ്പോൾ ബിരിയാണി കഴിക്കാൻ മൂടില്ല. അപ്പോൾ എനിക്ക് പിന്നെ അമ്മയ്ക്ക് മൂട് വരണവരെ വെയിറ്റ് ചെയ്യാനും വയ്യ. അതുകൊണ്ട് ഞാൻ തന്നെ കഴിച്ച് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. സീരിയസ്ലി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചില്ല ഞാൻ പാളൂന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.